ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സൺഡേ വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റു, ഇതാ മോളൊക്കെ നല്ല ഉറക്കലാണ്. അപ്പോൾ ഓളൊന്ന് വിളിച്ചുണർത്തട്ടെ പോയിട്ട്. ആൾ നല്ല മൂടിപ്പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാണ് കേട്ടോ. സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ തണുപ്പുണ്ട്, പുറത്ത് മഴ ഉണ്ട്. അപ്പോൾ നല്ല ഉഷാറായിട്ട് കിടന്നുറങ്ങുകയാണ് ആൾ. വിളിക്കട്ടെ. അപ്പോൾ അവളൊക്കെ വിളിച്ചുണർത്തി ചായ ഒക്കെ കുടിക്കണം. അപ്പോൾ ഒന്ന് അങ്ങാടി പോകാനുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ അല്ലേ. അപ്പോൾ സൺഡേ ഒരു സ്പെഷ്യൽ ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണിയൊക്കെ ഒപ്പിക്കാനുണ്ട്. അപ്പോൾ ചിക്കനും ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ ഞാനും മോളും കൂടി അങ്ങാടി പോവാണ്. അപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. അപ്പോൾ ഒരു റെയിൻകോട്ട് ജസ്റ്റ് തലയിൽ കൂടി ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു. അപ്പോഴേക്കിനും ഉമ്മ ബിരിയാണി വെക്കാനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇനിതാ ബിരിയാണി ഇതിലാണ് വെക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത ആൾ അടിച്ചു തരുന്നുണ്ടേ. ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയാണ്. നാളെ ഡ്യൂട്ടിയാണ് അടിച്ചു തരുന്നുള്ളത്. ബാക്കി 3 പേര്. അവർ 3 പേരും പിന്നെ ലുഡോ കളിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ വാങ്ങി കൊണ്ടുവന്ന ചിക്കനൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പണികളൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. ബിരിയാണി ഉമ്മ ഉണ്ടാക്കിക്കോളും. ഉമ്മ ബിരിയാണി ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ടാണ്. ഉമ്മാൻ്റെ ബിരിയാണി തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണിക്കുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഉമ്മ വന്ന് ബിരിയാണി ഉണ്ടാക്കിക്കോളും. അപ്പോൾ ഒരാളത് തലയിൽ കൂടെ കിറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ നടക്കണേ. വേറെ ജനലിൻ്റെ മേലെ. ഞായറാഴ്ച അല്ലേ, അപ്പം ഇങ്ങനെ പലതും കാണണ്ടാവും. അപ്പോൾ നമ്മളെ ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടോ. അപ്പോൾ 2 തീരെ പുറത്തൊന്നും കാണാതായപ്പോൾ അന്വേഷിച്ച് മേലൊക്കെ കയറിയതാ. ഹലോ, മേലത്തെ അവസ്ഥ. ഹായ് പറയൂ. എന്താ കളി? എന്താ പരിപാടി? പുതിയ എണ്ണായിട്ട് കളിക്കുക? ആരാ പുതിയ എണ്ണ? ഓളോ? അപ്പോൾ പുതിയാപ്പിള ആരാ? ഇല്ലേ, ഉണ്ട് വിചാരിച്ചിട്ട് കളിക്കാണ്. അപ്പോൾ ഓരവിടെ കളിച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഇനി അവിടെ പോയി ഡിസ്റ്റർബ് ചെയ്യണ്ട. നമുക്ക് നമ്മളെ പരിപാടി നോക്കാം. അപ്പോൾ ഒരാൾ മരം വെട്ടാൻ കയറിയിരിക്കണം കേട്ടോ. മരം വെട്ടാനല്ല, മരത്തിൻ്റെ കമ്പും ചില്ലകളൊക്കെ വെട്ടാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുകയാണ് ആൾ. അപ്പോൾ ബിരിയാണിയൊക്കെ ദമ്മിട്ടിട്ടോ. ബിരിയാണി ദമ്മിടണ പരിപാടിയിലാണ്. അപ്പോഴാണ് ചെറിയൊരു അബദ്ധം പറ്റിയത്. നെയ്യ് ഉരുക്കാൻ വെച്ചതാണ് കേട്ടോ. നെയ്യ് മാത്രമല്ല, പാക്കറ്റ് അടക്കം ഉരുകിപ്പോയി. എന്താ ചെയ്യലേ. അപ്പോൾ ഇവിടെ ഒരാൾ ഫേസ് പാക്ക് ഇടുന്ന തിരക്കിലാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ മുഖം ഒന്ന് മിനുക്കാന്ന് വിചാരിച്ചിട്ട് എന്തോ റൈസ് പൗഡറോ തൈരോ അങ്ങനെ എന്തൊക്കെ ചേർത്ത് കൊണ്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കി മൊത്തം അപ്ലൈ ചെയ്യട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും ചെറുതായിട്ടൊരു ബോധി. അപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ട് നമ്മളെ കുളി നനയൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. എല്ലാവരും ഫുഡ് കഴിക്കാൻ വരണം. അപ്പോൾ ഒരാൾ സാലഡ് ഉണ്ടാക്കി വെച്ചെടുത്ത് തിന്നുകയാണ്. അമ്മ ചോറ് വിളമ്പുന്നു. നല്ല അടിപൊളി ബിരിയാണി. എന്താ സ്മെല്ല് അറിയോ. ദമ്മങ്ങോട്ട് പൊരട്ടിച്ചപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല്. അങ്ങനെ അമ്മ ചോറ് വിളമ്പി കൊണ്ടുവരിക. അങ്ങനെ കുട്ടികളെയൊക്കെ വിളിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ കേട്ടോ. യാമിൻ്റെ ഒരു നോട്ടം കണ്ടില്ലേ, എന്തോ കുറുമ്പ് പിടിച്ചിട്ട് ഇരിക്കുകയാണ്. പക്ഷെ മോൾ അടിപൊളിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിഞ്ഞ് ഉച്ചമയക്കത്തിന് പോയ ആളാണ് കേട്ടോ ഈ കിടക്കണത്. ഫീതൊന്ന് തിരിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതിനിടക്ക് നമ്മൾ അടുത്തുള്ളൊരു ചേച്ചി നമുക്കൊരു ചക്ക കഷ്ണം കൊണ്ടു തന്നു. ഇമ്മ തിരിഞ്ഞിടാനും ഇഷ്ടമോളത് തിന്ന് തീർക്കാനും.
അപ്പോൾ ഫിദനെ യാമിനെ വിളിക്കാനുള്ള ആളുകളൊക്കെ എത്തിയാണ് കേട്ടോ. അപ്പോൾ അവർ വന്നത് ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പോൾ അവരുടെ വെക്കേഷൻ ലീവൊക്കെ കഴിഞ്ഞ് അവർ തിരിക്കുകയാണ്. യാമി മാറ്റി റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ പോയപ്പോൾ എന്തോ മനസ്സിനൊരു ചെറിയൊരു വിഷമം. പിന്നെ ഞങ്ങൾക്ക് ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഒരു ചെറിയൊരു കുറിയൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ, ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ ചേർന്ന്. അപ്പോൾ 20-ാം തീയതിയാണ് കുറിൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നറുക്കെടുക്കാനായിട്ട് എല്ലാവരും വന്ന് കാത്തിരിക്കുകയാണ്. ആർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ കുറിയൊക്കെ എടുത്തു. അപ്പോൾ നാളെ തിങ്കളാഴ്ചയാണല്ലോ, അപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്, ഹോംവർക്ക് എഴുതാനുണ്ട്, വായിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് രാത്രി ഇരിക്കുകയാണ്. അപ്പോൾ അതാ ഞങ്ങളൊരു ഞായറാഴ്ച ദിവസം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഒരുവിധ ഞായറാഴ്ചകളിലൊക്കെ ഞങ്ങൾക്ക് ഇതിനൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.